ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഗായ്സ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു കാർ എടുക്കാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മളിന്ന് ഒറ്റയ്ക്കല്ല പോകുന്നത്, നമ്മുടെ കൂട്ടുകാരുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് വലിയ പരിചയപ്പെടാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ റൂമിലാണുള്ളത്. നമുക്ക് താരോട്ട് വിടാം. അപ്പോൾ അവൻ്റെ വണ്ടിയും കൂടെ താഴെ നിൽപ്പുണ്ട്. ഗായ്സ് അതിന് മുന്നേ നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബിലേക്കും ചെയ്തിട്ടില്ല, അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളെല്ലാം നമ്മളെ സബ്സ്ക്രൈബിലേക്കും ചെയ്യാം. അപ്പോൾ ഈ ഒരു വണ്ടിയിലാണ് ഗായ്സ് നമ്മൾ പോകുന്നത്. ഗായ്സ് അവൻ എന്ത് ചെയ്യുക, ഗായ്സ് അവൻ അതിൻ്റെ അപ്പുറത്തങ്ങനെ നിൽപ്പുണ്ട്. ഓക്കെ, അതാണ് ഗായ്സ് അവൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്ടുകാരെന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് താമസിക്കാൻ വന്ന ഒരുത്തനാണ്. ഓക്കെ, പുതിയ കൂട്ടുകാരനാണോ ചോദിച്ചല്ല, ഇവൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് താമസം മാറി പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ നേരത്തെ 1-2 വീഡിയോസിലൊക്കെ ഇവൻ വന്നിട്ടുണ്ട്. നമ്മുടെ BMW ഒരു റിവീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇവൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഇവൻ പോയത്. അപ്പോൾ ഇപ്പോൾ വീഡിയോ തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പം എന്തായാലും നമ്മൾ പുതിയൊരു വണ്ടി റിവീൽ ചെയ്യാണ്ട് പോവാണ്. ഓക്കെ, എടുക്കാനായിട്ട് പോവാണ്. പൈസ ആ ഒരു വണ്ടി ഇവിടെ നിന്നൊന്നും അല്ല വരുന്നത്, നമ്മൾ ദുബായ് നടക്കുന്നൊരു വണ്ടിയാണ്. പൈസ ഇവൻ പറയുന്നത് ഇവന് ഡ്രൈവിങ് വേണമെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് മുന്നോട്ട് പോയിട്ട് ഡ്രൈവിങ് അവന് തന്നെ കൊടുത്തേക്കാം. കാരണം എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടിക്കാനായിട്ട് പറ്റുന്നില്ല ഈ ഒരു വണ്ടി. കണ്ടേ, ഇപ്പം ഞാൻ ചെറിയൊരു ഇതുണ്ട്. അപ്പം നമുക്കൊരു പെട്രോൾ പമ്പ് എത്തിയിട്ട് പിന്നെ ഞാൻ ഒരു വണ്ടി അങ്ങ് കൊടുത്തേക്കാം. ഓക്കെ, അപ്പം നിങ്ങളെല്ലാം ഇപ്പം തന്നെ നമ്മളെ സബ്സ്ക്രൈബിലൊക്കെ ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനി എന്തായാലും നമ്മൾ നേരെ സിറ്റി 1 ചെയ്യാൻ പോകുന്നത്. അതല്ല ഈ ഒരു വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തായാലും അവന് വണ്ടി കൊടുത്തേക്കാം. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ നേരെ സിറ്റി 1 എത്തിയിട്ടാണ്. ഓക്കെ, അവൻ വണ്ടിക്കകത്ത് കയറുമോ? അവൻ കയറുമോ? ഓക്കെ, അവൻ കയറുന്നുണ്ട്. ഓക്കെ, അവൻ കയറിയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് നേരെ സിറ്റി 1 എത്തിയിട്ടാണ്. അങ്ങനെ ഗൈസ് നമ്മൾ സിറ്റി 1 എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ സിറ്റി 1 എത്തിയിട്ടുണ്ട്. ഗൈസ് ഇവിടെ എത്തിയ സമയത്താണ് ശിവൻ പറയുന്നത് ഇവനും വിശക്കുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്കും വിശക്കുന്നുണ്ടായിരുന്നു, ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഇവന് പെട്രോൾ അടിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞ് അടിക്കണ്ടെന്ന്. അപ്പോൾ ഞാൻ വെച്ചാൽ പിന്നെ റിവേഴ്സ് പോട്ടറാന്ന് ഞാൻ അവനോട് പറഞ്ഞു. ഞാൻ വെച്ച് ഇങ്ങോട്ട് ഞാൻ കയറ്റാൻ പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു എന്തോ ഞാൻ വെച്ച് പെട്രോൾ അടിക്കാമെന്ന്. അപ്പം അവൻ പറഞ്ഞ് പെട്രോളുണ്ട്, പെട്രോളൊന്നും അടിക്കണ്ടെന്ന്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഡോണറ്റിലോട്ടാണ്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് മൗണ്ടൈനിലോട്ട് പോകണം. മൗണ്ടൈനിലാണ് നമ്മുടെ വണ്ടി ഇറക്കാനായിട്ട് പോകുന്നത്. ഗൈസ് മൗണ്ടൈനിൽ നമ്മുടെ മറ്റേ കണ്ടെയ്നറൊക്കെ വന്നിട്ട് സ്ഥലമില്ലേ, ഷിപ്പും കണ്ടെയ്നറൊക്കെ വരുന്നത് ആ ഒരു സ്ഥലത്താണ് ഗൈസ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞ് കട എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടോട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വണ്ടി പാർക്ക് ചെയ്തിടാം. ഓക്കെ, ഇങ്ങോട്ട് എവിടെയെങ്കിലുമൊക്കെ നമുക്കൊന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കാം. അപ്പോൾ ഇവ എങ്ങനെ ഇടുന്നതെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇവിടുന്ന് റിവേഴ്സ് എടുത്ത് ഇടാനായിരിക്കും ഇവൻ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും കേസ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് വരുന്നു. ഓക്കെ, അവ അങ്ങനെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അവ ഇറങ്ങിയിട്ടുണ്ട്, ഞാനും ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ട് വാടാ അവൻ അങ്ങനെ പെതുക്കെ സ്ലോ മോഷൻ കിട്ടിങ്ങനെ പെതുക്കെയാണ് അവൻ നടന്നു വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോകാം. അകത്തോട്ട് പോയിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം. കാരണം ഇനിയും കുറേ ഡ്രൈവ് ചെയ്യാൻ ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു വണ്ടി എടുത്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഞാനത് കഴിച്ച് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, ഈ വണ്ടി എടുത്ത ഉദ്ദേശം നമ്മൾ കഴിച്ചിട്ട് പറയാം. ഇവിടെ കുറേ ആൾക്കാരുടെ ഇന്ന് നല്ല തിരക്കുണ്ടാകാണ്ട് ഒരുത്തവരുടെ നിന്ന് ബർഗറും പെപ്സിയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് എന്തായാലും കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചുകൊണ്ട് നമ്മൾ വെളിയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടുന്ന് ഞാനായിരിക്കും കേസ് വണ്ടി ഓടിക്കുന്നത്, കുറച്ചങ്ങോട്ട് ഞാനായിരിക്കും കേസ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി എടുത്തതിന് മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ അതായത് നമ്മൾ ഇപ്പോൾ ഓടിക്കുന്ന ഈ ഒരു വണ്ടി നമ്മുടെ വരുന്ന വണ്ടി, അതായത് ഞാൻ പോയിട്ട് വാങ്ങിക്കാൻ പോകുന്ന വണ്ടി നമുക്ക് ഈ റോഡിലൂടെ അങ്ങനെ ഓടിക്കാനും പറ്റത്തില്ല. അതായത് അതിന് അത്യാവശ്യം നല്ല കിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മുടെ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ അത്രയും കാത്താണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ റോഡ് പിടിച്ചത്. പിന്നെ നമ്മൾ കണ്ട ഈ ഒരു വണ്ടി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ കറങ്ങിയൊക്കെ നമ്മൾ സെറ്റായി ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വണ്ടി അങ്ങനെ കൊണ്ടുവരാണ്ട് പറ്റത്തില്ല. അപ്പോൾ എനിക്കിവിടെ നമ്മുടെ ഇവിടെ സിറ്റി കൊണ്ടുവന്നിട്ട് നമുക്ക് ജസ്റ്റ് അതിൻ്റെ സസ്പെൻഷൻ കൂട്ടി കുറച്ച് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അല്ലാതെ മാറ്റണം ഞാൻ അതിൻ്റെ അകത്തുനിന്ന്. നമ്മളിപ്പോൾ അത് ഓടിച്ചുകൊണ്ട് വരുന്നതായിരിക്കുമല്ലോ MVD എല്ലാം കണ്ട കേസ് അത് ഭയങ്കര വിഷയമായിട്ട് ഭയങ്കര ഇതാവും. അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇനി എന്തായാലും നേരെ മൗണ്ട് ചെയ്തിട്ടാണ് ആ റീസൺ കൊണ്ടാണ് ഈ ഒരു വണ്ടി എടുത്തത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പം ആ ഒരു വണ്ടി കൊണ്ടുവരുന്ന സമയത്ത് MVD എല്ലാം അവിടെ ഉണ്ടെങ്കിൽ ഭയങ്കര വിഷയമാണ് കേസ്. കാരണം ആ ഒരു വണ്ടി നമ്മൾ അങ്ങനെ ഒരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. സ്റ്റിക്കർ വർക്കൊന്നും അല്ല, എന്നാലും നമ്മൾ അങ്ങനെ ഒരു മോഡിഫിക്കേഷനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരുപാട് നിങ്ങൾ ബോറും കാര്യങ്ങളൊന്നും അടുപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ മൗണ്ടൈൻ എത്തിയിട്ട് കാണാം. ഓക്കെ, അങ്ങനെ നമ്മളങ്ങനെ നമ്മുടെ വണ്ടി കിടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു വളവൂടെ കഴിഞ്ഞ് പോയാൽ നമ്മുടെ വണ്ടി കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തും. പക്ഷേ ഈ ഒരു വണ്ടി ഭയങ്കര പാട് കൺട്രോൾ എന്താ അറിയത്തില്ല. നമുക്ക് റിവേഴ്സ് ഗിയർ എടുക്കാം. ഓക്കെ, റിവേഴ്സ് ഇട്ട് അറിയാം പാർക്കിംഗ് ഇപ്പോൾ. ഓക്കെ, റിവേഴ്സ് എടുത്തിട്ടുണ്ട്.
അപ്പം നമ്മളിത് എടുത്തത് ഒരു ഇതായിപ്പോയി ഈ ഒരു വണ്ടി, അതായത് അവിടെ നീ വളഞ്ഞു വന്നപ്പം. അപ്പോൾ എന്തായാലും നമ്മളിനി നേരെ ഇതിൻ്റെ അകത്തോട്ടാണ് കയറാനായിട്ട് പോകുന്നത്. അപ്പം എന്തായാലും നിങ്ങൾ ചെറിയൊരു വീഡിയോ കാണും. ഓക്കെ ഗൈസ്, നമ്മൾ അറിയാതെ അങ്ങോട്ട് പോകുന്നുണ്ട്, പിന്നെ നമ്മൾ തിരിച്ചിടുന്നുണ്ട്. ഓക്കെ, ഇടയ്ക്ക് വെച്ച് അറിയാതെ നമുക്കൊന്ന് വലിയ മാറി. അപ്പോൾ ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് പിന്നെ ഒന്ന് എടുത്തതാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെയല്ലേ ഞാൻ ചെറിയൊരു സ്ലോമാണ് ഉദ്ദേശിച്ചത്, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ അടുത്താണ്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടി. അപ്പം ഞാൻ ഇങ്ങനെയല്ല നമ്മുടെ വണ്ടി കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചത്, അവിടെ നിന്ന് കുറച്ച് മാസ് എൻട്രിയൊക്കെ ആയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമുക്ക് പെട്ടെന്ന് പോയി. ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത്. നമ്മൾ അത്രയും ലോർ ചെയ്തിട്ടൊരു വണ്ടിയാണ്. ഫ്രണ്ടൊക്കെ കണ്ടോ നമ്മുടെ ഇഷ്യാക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് ലൈറ്റൊക്കെ ഒന്ന് കത്തിച്ച് സെറ്റാക്കിയിടാൻ. അപ്പോൾ അത്രയും ലോവർ ചെയ്തിട്ടുണ്ട്. പുറമിലൊക്കെ കണ്ടോ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഉടഞ്ഞിരുന്നേ അടിക്കും. കണ്ടോ, നമ്മൾ പുറമെ ടോക്കിയ എന്നൊക്കെയാണ് നമ്മൾ ചൈനയിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും വണ്ടിക്കകത്ത് അവനോട് വന്ന് വണ്ടിക്കകത്ത് കയറട്ടെ. ഓക്കെ, അവനോട് വന്ന് എന്തായാലും ഒന്ന് വണ്ടിക്കകത്ത് കയറട്ടെ. വാടാ ഒന്ന് കയറ വണ്ടിക്കകത്ത്. വാ ഇന്ത്യ കാർ ലോക്ക്ഡ് ആണ്. ഓക്കെ, അവനോട് പറയുന്നുണ്ട് കാർ ലോക്കാണ്. ഞാൻ ജസ്റ്റ് ഹൈഡിൻ്റെ അതൊന്ന് മാറ്റിയിട്ട് അവനൊന്ന് അൺലോക്ക് ചെയ്ത് കൊടുക്കട്ടെ നമ്മുടെ കാറ്. ഓക്കെ, ജസ്റ്റ് അവനൊന്ന് അൺലോക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഹൈഡിൻ്റെ അതൊന്ന് മാറ്റി അവന്. ഓക്കെ, നമ്മളങ്ങനെ വണ്ടി അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം കയറി വരും. ഓക്കെ, അത് അവൻ കയറുന്നുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മളിനി എന്തായാലും നേരെ ചെറിയൊരു വീഡിയോ എടുക്കാനായിട്ട് പോവുകയാണ്. വീഡിയോ അപ്പോൾ നമ്മുടെ മറ്റേ വണ്ടി ഫ്രണ്ടിൽ കിടപ്പുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ വെട്ടിച്ച് പോകാം. ഓക്കെ ഗൈസ്, നമ്മൾ എന്തായാലും ഇനി ഒരു വീഡിയോ എടുത്തിട്ട് കാണാം. ഓക്കെ, നിങ്ങളൊരു വീഡിയോ കണ്ടു. അങ്ങനെ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടുന്ന് വണ്ടി നേരെ നമ്മുടെ വണ്ടി ഉണ്ടല്ലോ, വണ്ടിയിലോട്ട് കയറ്റാനായിട്ട് നോക്കുകയാണ്. ഓക്കെ, നമ്മൾ റിവേഴ്സ് എടുത്ത് കയറ്റാനായിട്ടാണ് കേസ് നോക്കുന്നത്. കാരണം ഫ്രണ്ട് എടുത്ത് കയറ്റത്തില്ല. അവൻ എന്ത് കിടന്ന് കാണിക്കുന്നത് കേസ്, അവിടെ അവൻ കിടന്ന് പമ്പരം കണക്കൊക്കെ കറങ്ങി ഡാൻസ് കളിക്കുന്ന കേസ് എന്തുവാന്നോ എന്തോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് നേരെ കയറ്റി നോക്കാം. എനിക്ക് കയറത്തില്ല എന്ന് ഉറപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ കയറ്റുവാണ് അതിൽ വണ്ടി ഫ്രണ്ട്. കാരണം നമ്മൾ അത്ര താന്നല്ലോ നമ്മുടെ സസ്പെൻഷൻ ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ മുമ്പത്തെ വീഡിയോ, അതായത് നമ്മുടെ വണ്ടി ഇറങ്ങി വരുന്ന വീഡിയോ, അല്ലെങ്കിൽ നമ്മൾ വണ്ടി എടുക്കുന്ന വീഡിയോയ്ക്കകത്ത് നിങ്ങൾ ബോണറ്റ് കാണും. പക്ഷേ ഈ വീഡിയോയ്ക്കകത്ത് ബോണറ്റ് കാണുന്നില്ല ഗൈസ്. അത് ഒരു ചെറിയൊരു ബഗ് വന്നതാണ്. ഓക്കെ ഗൈസ്, എനിക്കിപ്പോൾ ചെറുതായിട്ടൊക്കെ ബഗ്ഗാണ് മിക്കതും. അതായത് ഗൈസ് നമ്മൾ അതായത് ഗൈസ് ഞാൻ ഒരു വീഡിയോ എടുക്കുന്ന സമയം ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് റീപ്ലേ നോക്കിയ സമയത്താണ് എനിക്ക് തോന്നി അത് ചിലപ്പം അത് ഉണ്ടെന്ന് എനിക്ക് തോന്നി. എന്നാൽ ഞാൻ അതൊന്ന് റീപ്ലേ നോക്കിയ സമയത്താണ് എനിക്ക് മനസ്സിലായത് അതൊരു ബഗ് അടിച്ചിട്ടുണ്ട് എന്ന്. അതായത് ആക്ച്വലി നമ്മൾ ഗൈസ് വണ്ടി ഫുള്ളായിട്ട് ഇടിച്ച്, അത് നമ്മൾ ബോണറ്റ് ഇല്ലാതെയായിരുന്നു ഗൈസ് നമ്മുടെ വണ്ടി ഇറക്കിയിട്ടുള്ളത്. പക്ഷേ അവിടെ നമ്മളാ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് ബോണറ്റ് അതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് അടിച്ച് നോക്കുക. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ വണ്ടിക്കകത്ത് നമ്മുടെ കാറ് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ബോണറ്റില്ല, അത് നമ്മൾ ഊരി വെച്ചേക്കുവാണ്. വണ്ടി ഡിക്കി തന്നെ ഉണ്ട് ഗൈസ്. ഓക്കെ, നമ്മളത് ഊരി വെച്ചിട്ടുണ്ട്. നമ്മളങ്ങ് ദുബായിൽ നിന്ന് ഇറക്കുമ്പോഴേ ബോണറ്റ് ഊരി വെച്ചിട്ടാണ് ഗൈസ് കൊണ്ടുവന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഫിറ്റ് ചെയ്യണം ഗൈസ്. അവൻ വരുന്നില്ല, അവൻ ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇനി നേരെ ഈ ഒരു വണ്ടി കൊണ്ട് ഷോറൂമിലോട്ടാണ് ഗൈസ് പോകുന്നത്. അതായത് നമ്മുടെ വണ്ടിയും പിന്നെ നമ്മുടെ ഇപ്പോൾ നമ്മൾ ഓടിക്കുന്ന ഈ ഒരു വണ്ടി, രണ്ട് വണ്ടിയും കൂടെ നമ്മൾ നേരെ ഷോറൂമിലോട്ടാണ് ഗൈസ് പോകാനായിട്ട് പോകുന്നത്. ഗൈസ് അവൻ വരുന്നില്ല, അവന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് അവൻ വരും. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് നിന്നിട്ട് പോകാം ഗൈസ്. അവൻ ഡാൻസ് കളിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഇവിടുന്ന് പോകാം. അങ്ങനെ അവൻ ഡാൻസും കാര്യമെല്ലാം കളിച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോകുന്ന വരിക്കാണ് നമുക്ക് പിന്നെ ഒരു ബഗ് കിട്ടി. വണ്ടി ഇതാണ്ട് നമ്മുടെ വണ്ടി എയറിൽ നിൽക്കുന്നുണ്ടോ. അപ്പം ഞാൻ അവനോട് പറഞ്ഞ് നീ ഇറങ്ങിയിട്ട് നമ്മുടെ വണ്ടി ഒന്ന് റിവേഴ്സ്, അതായത് ഈ ഒരു വണ്ടിക്കകത്ത് നിന്ന് എൻ്റെ കാർ ഇറക്കാനായിട്ട്. കണ്ട ഞാൻ മുന്നോട്ട് എടുക്കുമ്പം വണ്ടി അവിടെ തന്നെ നിൽക്കുകയാണ്. എന്തോ ബഗ്ഗായിട്ട് അവിടെ തന്നെ വണ്ടിയൊക്കെ നിൽക്കുക. എന്തുവാന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ കണ്ടല്ലോ ഇപ്പം ഞാൻ അവനോട് പറഞ്ഞായിരുന്നു നീ പോയി നോക്കാൻ. അപ്പോൾ അവൻ നമ്മുടെ വണ്ടിക്കകത്തോട്ട് കയറാനായിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ നമുക്ക് ഒന്ന് ഫ്രണ്ടിലോട്ട് എടുത്ത് നോക്കാം. ഓക്കെ, സെറ്റ് ആവുന്നുണ്ട്. വണ്ടി മൂവ് ആവുന്നില്ല, നോക്കട്ടെ. ഓക്കെ, വണ്ടി നീങ്ങി, പക്ഷെ നമ്മുടെ കാർ അതിൻ്റെ അകത്തില്ല. ഓക്കെ, കാർ ഇപ്പോഴും ഏറി നിൽക്കുവാണ്. നമ്മുടെ ഈ ഒരു വണ്ടി മാത്രമേ മുന്നോട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവനോട് തുറക്കാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് ലോക്ക്ഡ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. അത്
എന്തുവാ സംഭവം എന്നുള്ളത് നമുക്കപ്പം ഇങ്ങനെ നമ്മൾ ഒന്നുകൂടെ നോക്കണമെന്ന്. അപ്പോൾ എന്തോ ബഗ് ആണ് കേസ്. ഓക്കെ നമുക്ക് നോക്കാം കേസ്. ഓക്കെ എങ്ങനെ കാണുന്നു. ഓക്കെ 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 പക്ഷേ ഞാൻ ലോക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. നോക്കാം ഓക്കെ അവന് കയറാൻ പറ്റുന്നുണ്ടോയെന്ന്. അപ്പോൾ നമ്മളാരും വണ്ടി കിടക്കുന്ന ആ രീതിയിൽ നമ്മുടെ ഈ ഒരു വണ്ടി കൊണ്ടുവരാനായിട്ട് പോവാണ് കേസ്. എന്നിട്ട് അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്ന കേസ് അത് നോക്ക് നിങ്ങൾ. കേസ് അവൻ കയറിയില്ലല്ലോ. ഇവന്താ കയറാത്ത ഇവന്താ കാണിക്കുന്ന അവിടെ നോക്കേ. കേസ് അവൻ കയറുന്നുണ്ട് നമ്മുടെ വണ്ടിയുടെ. ഓക്കെ ഗൈസ് അപ്പോൾ അവൻ പറഞ്ഞ ആ ഒരു വണ്ടി ലോക്കാണ്. അപ്പോൾ നമുക്ക് നൈസിന് പോയിട്ട് ആ ഒരു വണ്ടിയുടെ ലോക്കൊക്കെ അൺലോക്ക് ചെയ്തെടുക്കാം. ലോക്ക് അൺലോക്ക് ചെയ്യാം. ഓക്കെ അങ്ങനെ നമ്മുടെ ലോക്ക് അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവനോട് പറഞ്ഞു നീ ആ ഒരു വണ്ടി ചെയ്തിട്ട് ആ ഒരു വണ്ടി എടുക്കണമെന്ന്. ഓക്കെ അവ ഇപ്പോൾ കയറിയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു വണ്ടി അത് മുന്നോട്ട് എടുത്ത് നോക്കാം. ഓക്കെ ഇപ്പോൾ അത് കാർ ലോക്കിടുന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ആ ഒരു വണ്ടി ലോക്കിടുക. അവ അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കട്ടെ, അവനെ വെള്ളിലൊന്നും ഇറക്കണ്ട. അപ്പോൾ നമ്മൾ എന്തായാലും നേരെ ഷോറൂമിലോട്ടാണ്. കാരണം നമ്മുടെ വണ്ടി ഒന്ന് സെറ്റാക്കണം. ഇടിച്ചതൊക്കെ ഒന്ന് ചുളുക്കൊക്കെ മാറ്റി സെറ്റാക്കിയിട്ട് ഒന്ന് കൊണ്ടുവരണം. ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും ഷോറൂമിൽ തരണം. നമ്മളവിടെ അടുത്തുള്ളൊരു ഷോറൂമിൽ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ നമ്മൾ നേരെ സിറ്റി പോയിരുന്നതാണ്. അപ്പോഴാണ് പറഞ്ഞ് ഇവിടെ അടുത്തൊരു ഷോറൂം ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി കൊണ്ടൊന്ന് നന്നാക്കാം. അതായത് നമ്മുടെ ഫ്രണ്ടിലത്തെ ആ ഒരു ഇടിഞ്ഞ ഭാഗമൊക്കെ നേരെ ആക്കിയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ് നീ ആ ഒരു വണ്ടി തിരിച്ചിടാനായിട്ട്, അതായത് തിരിച്ചിടാനായിട്ട് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വണ്ടി. അപ്പം കേസ് അവൻ തിരിച്ചിടാനായിട്ട് പോവാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ അധികം ലെങ്ത് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ അപ്പോൾ അവിടെ ഇട്ട് തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് അങ്ങ് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു വണ്ടി ഇഷ്ടപ്പെടാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുകൊണ്ട് വണ്ടി കൊണ്ടിട്ടുണ്ട്. നമുക്ക് വണ്ടി അതൊരു കയറ്റാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ നിങ്ങൾ നമ്മളെ മാക്സിമം സബ്സ്ക്രൈബ് ആക്കി